ഒരു ഭർത്താവ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, നിങ്ങളൊന്ന് ഒളിച്ചിരിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അങ്ങനെ അച്ഛൻ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ഇന്ന് നല്ല രുചിയുള്ള ചപ്പാത്തി ഉണ്ടാക്കിക്കോ. അത് കേട്ടപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ പറഞ്ഞത്? അച്ഛൻ വരുന്നുണ്ടോ? അവൾ ദേഷ്യപ്പെട്ടു പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ എനിക്ക് മനസ്സിലാകുന്നില്ല. എപ്പോൾ നോക്കിയാലും മുഖവും കാണിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ തവണ ഞാൻ ഇത്രയും നാണം കെടുത്തി പറഞ്ഞുവിട്ടിട്ടും വീണ്ടും വരാൻ ഇവർക്കെങ്ങനെ ധൈര്യം വന്നു? നിങ്ങളുടെ അച്ഛന് ഒരു നാണവുമില്ല. ഭർത്താവ് പറഞ്ഞു, അവർ നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മളെ കാണണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാകില്ലേ? അവർ ഇവിടെ വന്നാൽ എന്താണ് പ്രശ്നം? അവരെ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അവൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾക്ക് വീട്ടിലെ ഒരു പണിയും ചെയ്യണ്ടല്ലോ. ആദ്യം നിങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ നിങ്ങളുടെ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കണം. രാവിലെ ചായയും ഭക്ഷണവും കൊടുക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വൈകുന്നേരം വീണ്ടും ചായ കൊടുക്കണം, പിന്നെ ചൂടുവെള്ളവും വേണം, രാത്രിയിൽ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കണം. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയല്ല. അവരോട് ഇനി ഇവിടെ വരേണ്ടെന്ന് വിളിച്ചു പറഞ്ഞേക്ക്. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതി. ഭർത്താവ് പറഞ്ഞു, നീ എന്തൊക്കെയാണ് പറയുന്നത്? അവർ ഇതിനോടകം വീട്ടിൽ നിന്നിറങ്ങിയതാണ്. ഇപ്പോൾ വിളിച്ചു വരേണ്ടെന്ന് പറയുന്നത് ശരിയാകുമോ? അവൾ പറഞ്ഞു, അതാണ് പ്രശ്നം. അവർ 1-2 ദിവസത്തേക്ക് വരുന്നതല്ല. ഇവിടെ 1 മാസം മുഴുവൻ താമസിച്ചിട്ടേ പോകൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു വരേണ്ടെന്ന് പറയണം. ഭർത്താവ് പറഞ്ഞു, എനിക്കങ്ങനെ വിളിച്ചു പറയാൻ പറ്റില്ല. അവർ എപ്പോഴേ ഇറങ്ങിയതാണ്, ഇപ്പോൾ എത്താറായിട്ടുണ്ടാകും. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു, ശരി, ഈ തവണ നിങ്ങളുടെ അച്ഛനെ വരാൻ അനുവദിച്ചോളൂ. പക്ഷേ ഈ തവണ ഞാൻ അവരെ അത്രയും നാണം കെടുത്തി പറഞ്ഞുവിടും. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ അവർക്ക് ധൈര്യമുണ്ടാകില്ല. അപ്പോഴാണ് പിന്നിൽ നിന്ന് അച്ഛൻ പറഞ്ഞത്, ശബാഷ്. അത് കേട്ടതും അവൾ തിരിഞ്ഞുനോക്കി. അവൾ ഞെട്ടിപ്പോയി. അവൾ പറഞ്ഞു, അച്ഛാ, നിങ്ങൾ എന്താണ് എന്റെ അച്ഛൻ വരുന്നതാണെന്ന് എന്നോട് പറയാതിരുന്നത്? അച്ഛൻ പറഞ്ഞു, എന്തുപറ്റി മോളെ? ഇപ്പോൾ വരെ നീ അച്ഛനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ സ്വന്തം അച്ഛനെ കണ്ടപ്പോൾ നിന്റെ മുഖം ആകെ മാറിയല്ലോ. നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ വന്നപ്പോൾ മാത്രമാണോ നിനക്ക് സ്നേഹവും ബഹുമാനവും തോന്നിയത്? മോളെ, ഞങ്ങൾ നിന്നെ ഇതാണോ പഠിപ്പിച്ചത്? വീട്ടിലിരുന്ന് ഭർത്താവിനെ മാതാപിതാക്കൾക്കെതിരെ തിരിക്കാനാണോ നിന്നെ പഠിപ്പിച്ചത്? സ്വന്തം വീട്ടിൽ തന്നെ പ്രശ്നമുണ്ടാക്കാനാണോ ഞങ്ങൾ നിന്നെ വളർത്തിയത്? അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ അച്ഛനാണ് വരുന്നതെന്ന്. നിന്റെ യഥാർത്ഥ സ്വഭാവം അച്ഛനെങ്ങനെ മനസ്സിലാകുമായിരുന്നു? അച്ഛാ, കണ്ടില്ലേ നിങ്ങളുടെ മകളുടെ സ്വഭാവം? ഇന്ന് ഞാൻ എന്റെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു കഴിയുന്നത് ഇവളുടെ കാരണമാണ്. എന്റെ കയ്യിൽ ഇന്ന് പണമുണ്ട്, നല്ല വീടുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ സ്വന്തം അച്ഛനെയും അമ്മയെയും കൂടെ നിർത്താൻ പോലും എനിക്ക് കഴിയുന്നില്ല. അതിന് കാരണം ഇവളാണ്. കഴിഞ്ഞ തവണ അച്ഛനും അമ്മയും വന്നപ്പോൾ ഇവൾ അവരെ ഒരുപാട് കളിയാക്കി. ഇവൻ ചെയ്തത് ശരിയാണോ? സ്വന്തം ഭാര്യയുടെ സ്വഭാവം അച്ഛന്റെ മുന്നിൽ വെളിപ്പെടുത്തിയത് പറയൂ.